ഈ മനോഹര ഭൂമിയിൽ ജനിച്ചു ജീവിച്ചിട്ട് ഒരുപക്ഷെ നാം ആഗ്രഹിക്കുന്ന വിധത്തിലൊരു ജീവിതം നമുക്ക് ലഭിച്ചിട്ടില്ല എങ്കിൽ നിരന്തരമായി അനുഭവപ്പെടുന്ന സങ്കടങ്ങളും നിരാശകളും പ്രതിസന്ധികളും ദുഃഖങ്ങളുമാണ് സ്വന്തം ജീവിതത്തിൽ നാം കണ്ടത്, അറിഞ്ഞത് എങ്കിൽ, അനുഭവിച്ചത് എങ്കിൽ ആ ജീവിതത്തെ ഒരിക്കലും നമുക്ക് സ്നേഹിക്കുവാൻ, ആ ജീവിതത്തോട് നമുക്ക് ഒരിക്കലും കൃതാർത്ഥത ഉണ്ടാകുവാൻ, ആ ജീവിതം നമുക്ക് നല്ലതാണ് എന്ന് മറ്റൊരാളോട് പറയുവാൻ ഒരിക്കലും സാധിക്കുകയില്ല. എന്തുകൊണ്ടാണ് മനുഷ്യർക്ക് വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുന്നത്? ഒരേ സാഹചര്യത്തിൽ ജനിച്ചു വീഴുമ്പോഴും മൂന്നോ നാലോ പേർക്കിടയിൽ അവരുടെ ജീവിത യാഥാർത്ഥ്യങ്ങൾ എന്തുകൊണ്ട് വ്യത്യസ്തമായിരിക്കുന്നു? ഒരേ കുടുംബത്തിലോ ഒരേ സമൂഹത്തിലോ ജനിക്കുന്നവർക്കിടയിൽ എന്തുകൊണ്ട് ഈ വ്യത്യസ്തമായ ജീവിത അനുഭവങ്ങൾ സംഭവിക്കുന്നു? യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതമായി നാം ആവിഷ്കരിക്കുന്നതൊക്കെയും നമ്മുടെ തന്നെ മനസ്സിന്റെ ചിന്തകളുടെ ബഹിർസ്ഫുരണങ്ങളാണ് എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളുടെ ചിന്തകൾ അഥവാ മനസ്സ് ആവിഷ്കരിക്കപ്പെട്ടാണ് നമ്മുടെ ജീവിതം തന്നെയായി മാറുന്നത് എന്ന് പറയുമ്പോൾ അതെങ്ങനെയാണ് എന്ന് സന്ദേഹം അല്ലെങ്കിൽ സംശയം വരും. അത് ഓരോ അനുഭവങ്ങളെയും നാം വ്യാഖ്യാനിക്കുന്നതിൽ നിന്ന് തുടങ്ങി പിന്നീടുണ്ടാകുന്ന അനുഭവങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോഴൊക്കെയും ആദ്യത്തെ അനുഭവങ്ങളുടെ സ്വാധീനങ്ങളാൽ തുടർ പരമ്പരയായി ജീവിതത്തിലെ അനുഭവങ്ങൾ അനുഭവിച്ച് മുന്നോട്ട് പോവുകയാണ് നാം ചെയ്യുന്നത്. കുറച്ച് ആഴത്തിലുള്ള സങ്കീർണമായ ഒരു വിഷയമാണിത്. ഒരു ഉദാഹരണം പറയാം. വളരെ വിപരീതമായ ഒരു ജീവിത സന്ദർഭം, അനുഭവം ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. ആ അനുഭവം നമ്മെ ഏറെ വേദനിപ്പിക്കുന്നതോ മാനസികമായി തളർത്തുന്നതോ നമുക്ക് അഭിമാനക്ഷതം ഉണ്ടാക്കുന്നതോ ഒരുപക്ഷെ ജീവിതത്തെ ആകെ ഉലച്ചു കളയുന്നതോ ആയ ഒരു വിപരീതമായ അനുഭവം മറ്റൊരാളിൽ നിന്ന് നമുക്ക് ഉണ്ടാകുന്നു എന്നിരിക്കട്ടെ. ആ അനുഭവത്തെ നാം എപ്രകാരമായിരിക്കും തിരിച്ചറിയുന്നതും മനസ്സിലാക്കുന്നതും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം ആ അനുഭവത്തെ മനസ്സിലാക്കുന്നതിൽ നിന്നും തുടങ്ങിയാണ് പിന്നീടുള്ള നമ്മുടെ ജീവിതം ആവിഷ്കരിക്കപ്പെടുക. കുറച്ചുകൂടി ആഴത്തിൽ പോവുകയാണെങ്കിൽ ഒരു വിപരീത അനുഭവത്തെ, ഇവിടെ വിപരീത അനുഭവം എന്ന് പ്രത്യേകം പറയാൻ കാരണം അനുകൂല അനുഭവം അത്രമേൽ നമ്മെ ദുഃഖിപ്പിക്കുന്നതല്ല. അത് നമ്മുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ പര്യാപ്തമായതാണ് എന്നുള്ളത് കൊണ്ടാണ് അനുകൂലമായ അനുഭവങ്ങളെ ഇവിടെ സംസാരത്തിന്, വിഷയത്തിന് ആയിട്ടെടുക്കാത്തത്. അപ്പൊ വിപരീതമായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വിപരീത അനുഭവങ്ങളെ എങ്ങനെ വ്യാഖ്യാനിക്കണം എന്നത് നമ്മുടെ വാസനകളാണ് തീരുമാനിക്കുന്നത്. വാസനാബദ്ധമായ ജീവിത വ്യാഖ്യാനമായി ആ അനുഭവത്തെ നാം അറിവായി സൂക്ഷിക്കുമ്പോഴാണ് പിന്നീട് ആ അറിവിന്റെ സ്വാധീനം കൊണ്ട് അടുത്ത അനുഭവത്തെയും നമ്മൾ വ്യാഖ്യാനിക്കാൻ ഇടയാക്കുന്നത്. അപ്പോ വാസനകൾ എന്ന് പറയുമ്പോൾ അത് പൂർവ്വജന്മാർജിത വാസനകളെന്നും ജനിതകപരമായ വാസനകളെന്നും സാമൂഹികമായി നമ്മിലേക്ക് നാം അറിഞ്ഞോ അറിയാതെയോ എത്തിച്ചേർന്ന അനുഭവാധിഷ്ഠിതമായ വാസനകളായിട്ടും തിരിച്ചറിയേണ്ടതുണ്ട്. 3 തരത്തിലുള്ള വാസനകളുള്ളത്. ഒന്ന് ജനിതകപരം, ഒന്ന് പൂർവ്വജന്മാർജിതം,
ഒന്ന് ഈ ജന്മത്തിൽ തന്നെ നമ്മുടെ എക്സ്പീരിയൻസിലൂടെ നാം അറിഞ്ഞ അറിവ്, ആ അറിവ് ചേർന്ന് ഉണ്ടാകുന്ന വാസന. ഈ 3 തരത്തിലുള്ള വാസനകളുടെയും അടിസ്ഥാനത്തിലാണ് നാം ഓരോ അനുഭവങ്ങളെയും വ്യാഖ്യാനിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ആ അനുഭവം ഒരറിവായി അകത്ത് സൂക്ഷിക്കും. മസ്തിഷ്കം അതൊരറിവായി അകത്ത് സൂക്ഷിക്കും. പിന്നീട് ഈ അറിവ് നമ്മുടെ ജീവിതത്തിലുടനീളം സ്പന്ദിച്ചുകൊണ്ടിരിക്കും. ആ സമാനമായ സാഹചര്യം ഉണ്ടാകുമ്പോഴൊക്കെയും ഈ അറിവ്, ഈ ഓർമ്മ വീണ്ടും സ്പന്ദിക്കും. ആ ഓർമ്മ വീണ്ടും സ്പന്ദിക്കുമ്പോൾ അത് ചിന്തകളായി മാനിഫെസ്റ്റ് ആകും, അല്ലെങ്കിൽ ആ ചിന്തകളായി ആവിഷ്കരിക്കപ്പെടും. ചിന്തകളായി ആവിഷ്കരിക്കപ്പെടുമ്പോൾ വീണ്ടും ആ അനുഭവം സംജാതമാകാനുള്ള എല്ലാ സാഹചര്യങ്ങളെയും ഈ ചിന്തകളും, ആ ചിന്തകൾ ഉണ്ടായി നിറയുന്ന മനസ്സും കൂടി ഒരുക്കിയെടുക്കും. അപ്പൊ ചിന്തകൾ, മനസ്സ്, അതിന് പിന്നിൽ ഓർമ്മകൾ, വാസനകൾ. ഓർമ്മകൾ ഉണ്ടാക്കുന്നത് അനുഭവങ്ങൾ. ഇങ്ങനെയൊരു തുടർ പരമ്പര, ഒരുപാട് ഘടകങ്ങളുടെ നിരന്തരമായ തുടർ പരമ്പരയിലൂടെയാണ് ജീവിതം ആവിഷ്കൃതമായി മുന്നോട്ട് പോകുന്നത്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ജീവിതത്തെ വളരെ പോസിറ്റീവായി വിപരീതമായ അനുഭവങ്ങളാണ് എങ്കിൽ കൂടെ അത് നമുക്ക് അനുകൂലമായി വ്യാഖ്യാനിക്കുവാനും തിരിച്ചറിയുവാനും കഴിയുമ്പോൾ പിന്നീടുള്ള ജീവിതത്തെ ഈ വിപരീതമായ അനുഭവങ്ങളിൽ നിന്നുണ്ടായ അറിവ് ബാധിക്കുകയേ ഇല്ല. അഥവാ ആ അറിവ് കൊണ്ട് ജീവിതം നമുക്ക് നരകതുല്യമാക്കി മാറ്റേണ്ട